എനിക്ക് IPL ഏറ്റവും ഇഷ്ടമുള്ള ഫാൻസ് CSK ഫാൻസാണ്. കാരണം അവർക്ക് ഭയങ്കര പവറാട്ടോ. കാരണം എത്ര തോറ്റ് നാണം കെട്ട് വന്നാലും അവരുടെ കോൺഫിഡൻസ് ഭയങ്കരമായിരിക്കും. അതായത് ഇത് CSK ആണ് മോനെ, CSKൻ്റെ ഹിസ്റ്ററി നമുക്ക് അറിയായിട്ടാണ് നമ്മൾ തിരിച്ചു വന്നിരിക്കും. ഭയങ്കര ഡയലോഗ് അടിയാണ്. പിന്നെ അവരുടെ കളിയുടെ മുന്നുള്ള തള്ളു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ സാധനമാണ്. അതായത് നമുക്കൊരു രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ ആ സാധനങ്ങളാണ് വരാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് CSK ഫാൻസ് തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? കുരിശിലേറ്റതിന് ശേഷം 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേൽച്ചിട്ടുണ്ടെങ്കിൽ 2 മത്സരങ്ങൾക്ക് ശേഷം 3-ാം മത്സരത്തിൽ CSK ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ മാതിരി സാധനങ്ങൾ അവിടെ. സത്യം പറഞ്ഞാൽ ഈസ്റ്റർ CSK ഫാൻസ് തൂക്കി എന്നാണ് പറയാറ്. കറക്റ്റ് ഈസ്റ്ററിൻ്റെ അങ്ങനെ അവർക്ക് കളിയും കിട്ടി. അവരുടെ പവർ ഭയങ്കര സപ്പോർട്ടോ. അപ്പോൾ 2 മത്സരം തോറ്റ് നാണം കെട്ട് തോറ്റുമ്പോൾ കമൻറ്റ് ബോക്സൊക്കെ നിങ്ങൾ എടുത്ത് നോക്കണം. എന്തൊക്കെ ഡയലോഗ് അടിക്കുന്നത്. ഇത് CSK ആണ്, എനിക്ക് CSKനെ പറ്റി എന്തെങ്കിലും അറിയോ? 5 കപ്പ് വെറുതെ കിട്ടിയതല്ല, തിരിച്ചു വന്നിരിക്കും. കോൺഫിഡൻസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് CSK ഫാൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ കോൺഫിഡൻസ് അവർക്ക്. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വരാം. CSK ഫാൻസിനോട് പറയാനുള്ളത്, നിങ്ങളെ പഞ്ച് ഡയലോഗൊക്കെ കൊള്ളാം, പക്ഷെ എന്താ നിങ്ങൾ എങ്ങനെയാണ് ജയിക്കുക? എതിരാളി വല്ല GT ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്. RCBനെ എങ്ങനെ പൊട്ടിക്കുന്ന പറയുന്നത്. ആകെ CSKക്ക് ഒരു പ്രതീക്ഷ ബ്രെവിസ് കളിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. പക്ഷെ 11-ാം തീയതി മത്സരം ബ്രെവിസ് എന്തായാലും കളിക്കും. പക്ഷെ ഇന്ന് കളിക്കുമോ എന്നത് ഉറപ്പൊന്നുമില്ല. ഇനി അഥവാ കളിച്ചാൽ തന്നെ CSKയുടെ ഓപ്ഷൻ എന്താ? ബ്രെവിസ് കളിക്കുന്നുണ്ട്, ചെറിയൊരു സാധ്യത ഉണ്ട്, പൊരുത്തി നോക്കാം എന്നത് മാത്രമാണ്. മറുഭാഗത്ത് RCBയുടെ ഹാസിൽവുഡ് പ്ലേയിങ് ലെവലിൽ ഉണ്ടെങ്കിൽ തീരുമാനമായി RCB ജയിക്കുമെന്നത്. അതാണ് റിയൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബ്രെവിസ് വന്നാൽ പോലും നിങ്ങളുടെ മാക്സിമം ഒന്ന് പൊരുത്തി നോക്കാം എന്നതാണ്. മറുഭാഗത്ത് ഹാസിൽവുഡ് ജസ്റ്റ് ഒന്ന് സ്കോഡിൽ വന്നാൽ മതി, RCBക്ക് ഷുവർ ഷോട്ടായി. അതാണ് ഇമ്പാക്റ്റ്. അതാണ് RCBയും CSKയുള്ള വ്യത്യാസം. സംഭവം CSK എത്രയോ വലിയ ടീമാണ് ഹിസ്റ്ററിയൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഒരു പുതിയ സീസൺ വരുമ്പോൾ ഹിസ്റ്ററി പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഈ സീസണിൽ എന്തെങ്കിലും കാണിക്കും, അപ്പോഴല്ലേ കാര്യമുള്ളൂ. ഇപ്പോൾ 2 ടീമുകളെ പൊട്ടിച്ചു വിട്ടത് നിങ്ങളെ പണ്ടത്തെ ഹിസ്റ്ററി നോക്കി പേടിച്ചു നിന്നിട്ടാണോ? അല്ല, നിങ്ങളിപ്പോൾ ലോക്കൽ ടീം ആയതുകൊണ്ടാണ്. അത് മനസ്സിലാക്കുക. ആക്സെപ്റ്റ് ദ റിയാലിറ്റി എന്നല്ലേ. അപ്പോൾ RCBയെ പൊട്ടിക്കാനൊന്നും CSKക്ക് പറ്റൂല. പിന്നെ സഞ്ജു കളിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. സഞ്ജു കളിക്കട്ടെ, നമുക്കും പോലും. പിന്നെ എനിക്ക് CSK ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആക്സെപ്റ്റ് ദ റിയാലിറ്റി. CSKയെ കൊണ്ടൊന്നും RCBയെ പൊട്ടിക്കാൻ പറ്റില്ല. പക്ഷേ CSK തിരിച്ചു വരും കേട്ടോ. CSK എന്തായാലും കംബാക്ക് അടിക്കും, അത് ഷുവറാണ്. കാരണം ബ്രെവിസും ധോണിയൊക്കെ എന്തായാലും തിരിച്ചു വരാനുള്ളതാണ്. CSKയും തിരിച്ചു വരാനുള്ളതാണ്. അത്രയേ ഉള്ളൂ. പക്ഷേ ആ തിരിച്ചു വരും ഇന്നാകില്ല. നിങ്ങൾക്ക് പേടിക്കണ്ടല്ലോ, നിങ്ങൾ ഇനിയും പറയില്ലേ 3 മത്സരം തോറ്റാൽ എന്താ 4-ാമത് മത്സരമില്ലേ, അങ്ങനെ പറഞ്ഞു വരണം. ആ CSK ഫാൻസിനാണ് എനിക്ക് വേണ്ടി. ഓക്കെ.